ഹായ്, അപ്പോൾ ഇന്ന് നമുക്ക് ഒരു ബർത്ത്ഡേക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള റെസിൻ ഫ്രെയിമിൻ്റെ വർക്ക് കണ്ടാലോ. ഇതെനിക്ക് തൃശ്ശൂരിൽ നിന്ന് കിട്ടിയ വർക്കാണ്. എൻ്റെ ഫ്രണ്ട് തന്നൊരു വർക്കാണ്. ഫ്രണ്ടിൻ്റെ വേറൊരു ഫ്രണ്ടിൻ്റെ അമ്മയ്ക്ക് ബർത്ത്ഡേക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് കിട്ടിയ വർക്കാണ്. അപ്പോൾ ആദ്യം തന്നെ മുകളിൽ നല്ലപോലെ സെല്ലോ ടേപ്പ് ഉപയോഗിച്ച് ക്ലീൻ ചെയ്തെടുക്കുക, ഇല്ലെങ്കിൽ അതിനകത്ത് പൊടിയൊക്കെ പറ്റിയിരിക്കും. പിന്നെ ഞാൻ മെഷർമെൻറ്റ് എടുക്കുന്നത് മറ്റേ സിലിക്കോണിൻ്റെ മെഷറിങ് കപ്പ് വെച്ചാണ്. ഞാൻ ഉപയോഗിക്കുന്ന റെസിൻ 2:1 റെസിനാണ്. അപ്പം റെസിൻ ഒഴിക്കുന്നതിൻ്റെ വീഡിയോ ഞാൻ എടുത്തിട്ടില്ല, കാരണം ആ മെഷറിങ് കപ്പിനകത്ത് ഈ ഫോണിൻ്റെ ഇത് വെച്ച് നോക്കിയാൽ അത് കാണാൻ പറ്റത്തില്ല. അപ്പോൾ എൻ്റെ മെഷർമെൻറ്റ് തെറ്റിപ്പോകുന്നതുകൊണ്ട് ഞാൻ കറക്റ്റ് 80 റെസിനും 40 ഹാർഡ്നറുമാണ് എടുക്കുന്നത്. അപ്പോൾ അത് ആ റെസിനും ഹാർഡ്നറും കൂടെ ഒഴിച്ച് കഴിയുമ്പോഴത്തേക്കും അത് ഏകദേശം ഒരു കഞ്ഞിവെള്ളത്തിൻ്റെ കളറ് പോലെയാണ് ഇരിക്കുന്നത്. ഇതുപോലെ നമ്മളത് പയ്യെ മിക്സ് ചെയ്തെടുത്ത് നമ്മളെ റെസിൻ്റെ ബോട്ടിലിനകത്ത് എഴുതിയിട്ടുണ്ട് എത്ര നേരം നമ്മൾ മിക്സ് ചെയ്യണമെന്ന്. അപ്പോൾ ഒരു 5 അല്ലെങ്കിൽ 10 മിനിറ്റ് നല്ലപോലെ സ്ലോയിൽ മിക്സ് ചെയ്തെടുക്കുമ്പോഴത്തേക്കും നല്ല ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് കിട്ടും. നമ്മുടെ വെള്ളത്തിൻ്റെ കളറൊക്കെ ആയിട്ട് കിട്ടും. അപ്പോഴും നമുക്ക് മനസ്സിലാക്കാം റെസിൻ നല്ലപോലെ മിക്സ് ആയിട്ടുണ്ടെന്ന്. നമ്മളിത് മിക്സ് ചെയ്ത് വെച്ചിരുന്ന റെസിൻ ഞാൻ 2 പാർട്ടാക്കുകയാണ്. കാരണം നമ്മുടെ ഫ്രെയിമിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ബ്ലൂവും വൈറ്റും മിക്സ് ആയിട്ടുള്ളതാണ്. അപ്പോൾ ബ്ലൂവിനും വൈറ്റിനും കൂടി ഉള്ളതായിട്ടാണ് 2 പാർട്ടായിട്ട് ആക്കുന്നത്. അപ്പോൾ നമ്മൾ പേപ്പർ കപ്പ്, നേരത്തെ യൂസ് ചെയ്ത പേപ്പർ കപ്പ് ഞാൻ വീണ്ടും റീയൂസ് ചെയ്യാറുണ്ട്. പിന്നെ ഞാൻ യൂസ് ചെയ്യുന്ന കളറ് റെസിൻ ഒപ്പാക് പിഗ്മെൻ്റ് ആണ്. അപ്പോൾ ഇത് നമ്മൾ റെസിൻ സ്റ്റോറിൽ തന്നെ വാങ്ങാൻ കിട്ടും, അല്ലെങ്കിൽ ഓൺലൈനായിട്ട് ഇപ്പോൾ ഫ്ലിപ്കാർട്ടിലും ആമസോണിലൊക്കെ റെസിൻ്റെ മെറ്റീരിയൽസ് അവൈലബിൾ ആണ്. അപ്പോൾ ഇത് മിക്സ് ചെയ്യാൻ വേറെ ഒന്നുമില്ല, കുറച്ച് എമൗണ്ട് എടുത്ത് റെസിനിലാക്കിയിട്ട് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. വേറെ പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല. അത് ഈ ബ്ലൂ മിക്സ് ചെയ്യുന്ന പോലെ തന്നെയാണ് വൈറ്റ് മിക്സ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ അതിൻ്റെ മിക്സിങ് കാണിക്കുന്നില്ല. അത് നമ്മൾ ഇതുപോലെ കുറച്ചൊരു എമൗണ്ട് എടുത്തിട്ട് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. കസ്റ്റമർ നമുക്ക് റെഫറൻസ് പിക്ക് അയച്ചു തന്നത് റൗണ്ട് മോൾഡായിരുന്നു, 8 ഇഞ്ചിൻ്റെ. അപ്പോൾ അതിനകത്ത് ഒരു ഭാഗത്ത് ബ്ലൂവും ഒരു ഭാഗത്ത് വൈറ്റും ആയിരുന്നു. അപ്പം നമുക്കിപ്പോൾ ചെയ്യേണ്ട സ്ക്വയർ ഫ്രെയിമിലായതുകൊണ്ട് അങ്ങനെ ഹാഫ് പോർഷനായിട്ട് ചെയ്യുമ്പോൾ എനിക്കൊരു വൃത്തിയായിട്ട് തോന്നാത്തതുകൊണ്ട് ഞാൻ മധ്യഭാഗത്ത് വൈറ്റും 2 സൈഡിലും ബ്ലൂവും കൊടുക്കാമെന്നാണ് വിചാരിച്ചത്. നമ്മുടെ ഇഷ്ടത്തിന് അങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും കസ്റ്റമറിൻ്റെ അടുത്തും കൂടെ അഭിപ്രായം ചോദിക്കണം. അപ്പം ഞാൻ ചോദിച്ചു കഴിഞ്ഞപ്പോൾ ആൾ പറഞ്ഞു എങ്ങനെ ചെയ്താലും കുഴപ്പമില്ല, ആളിന് ഫ്രെയിം നല്ല ഭംഗിയിൽ കിട്ടിയാൽ മതിയെന്ന് പറഞ്ഞായിരുന്നു. ഈ റെസിൻ മിക്സ് ചെയ്ത് ഒഴിക്കുമ്പോഴത്തേക്കും അത് നാച്ചുറലായിട്ട് തന്നെ ഇങ്ങനെ എല്ലാം കൂടെ മധ്യഭാഗത്തോട്ട് വരും. അപ്പോൾ അതുകൊണ്ടാണ് എൻ്റെ ഈ വൈറ്റ് പോർഷൻ അവസാനം കുറച്ചേ ഉള്ളായിരുന്നു. ഞാൻ ശരിക്കും വൈറ്റ് പോർഷൻ വീഴ്ത്തിയായിരുന്നു, പക്ഷേ ഈ റെസിന് ഇങ്ങനെ മധ്യഭാഗത്തോട്ട് വരുന്നതുകൊണ്ട് വൈറ്റ് വളരെയധികം കുറവായിപ്പോയി. പക്ഷേ എങ്കിലും ഫ്രെയിമിൻ്റെ ഫൈനൽ ഔട്ട്പുട്ട് അടിപൊളിയായിരുന്നു. ഈ റെസിൻ വീഴ്ത്തി കഴിഞ്ഞിട്ട് ഉടനെ തന്നെ ചെയ്യുന്ന ഡിസൈനൊക്കെ വെറുതെയാണ്. കുറച്ചൊന്ന് ഡ്രൈ ആയിട്ട് ഏകദേശം ഒരു 1 അല്ലെങ്കിൽ 1.5 മണിക്കൂർ കഴിഞ്ഞ് ഇങ്ങനെ ചെറുതായിട്ടൊന്ന് പാറ്റേണൊക്കെ ആക്കി കൊടുത്തു കഴിഞ്ഞാൽ അത് ചിലപ്പോൾ അവസാനം വരെ കാണും. നമ്മൾ ഈ ചെയ്യുന്ന വർക്ക് എപ്പോഴും അടച്ചു വയ്ക്കാൻ ശ്രദ്ധിക്കുക. കാരണം വല്ലോ പക്കിയോ ഈച്ചയോ ഉറുമ്പോ വല്ലതും വീണ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ മൊത്തം പരിശ്രമവും വെറുതെ ആയിപ്പോവും. അപ്പോൾ അതുകൊണ്ട് എപ്പോഴും അത് അടച്ചു വയ്ക്കാൻ ശ്രമിക്കുക. ഇതിപ്പോൾ ഞാൻ ഒരു 6 മണിക്കൂർ കഴിഞ്ഞിട്ട് ബീഡ്സും സീക്വൻസും ആഡ് ചെയ്യുന്നത്. അപ്പം ജസ്റ്റ് ഒന്ന് അത് നല്ലപോലെ ഡ്രൈ ആയിട്ടില്ല, ആ ടൈമിലാണ് നമ്മളിത് ചെയ്യുന്നത്. അല്ലെങ്കിൽ വീണ്ടും നമ്മൾ റെസിൻ ഒഴിക്കുമ്പോൾ ഈ സീക്വൻസൊക്കെ ഫോട്ടോയുടെ മുകളിലോട്ടൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. അപ്പം ഒന്ന് ഡ്രൈ ആയി കഴിയുമ്പോഴത്തേക്കുമാണ് ഈ ബീഡ്സും സീക്വൻസും ആഡ് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് ഫ്രെയിമിൻ്റെ ഫസ്റ്റ് ലെയർ. ഇപ്പോൾ നമ്മൾ ഫസ്റ്റ് ലെയർ വീഴ്ത്തി ഒരു 12 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ജസ്റ്റ് നമ്മൾ ടച്ച് ചെയ്ത് നോക്കുമ്പോൾ ഒരു ഒട്ടുന്ന പരുവത്തിൽ തന്നെയാണ് ഇരിക്കുന്നത്. അപ്പോൾ ഈ ടൈമിലാണ് നമ്മൾ ഫോട്ടോസും ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം ഒട്ടിച്ചു കൊടുക്കുന്നത്. ഇത് ഞാൻ ട്രാൻസ്പെറൻറ്റ് സ്റ്റിക്കർ പ്രിൻറ്റിലാണ് എടുത്തേക്കുന്നത്. അപ്പോൾ ആകെ ഞാൻ ഈ ഒരു കോട്സിന് വേണ്ടിയിട്ട് ആ ഒരു ഷീറ്റ് മൊത്തം പ്രിൻ്റ് എടുത്തു. അവരങ്ങനെ എടുത്ത് തരത്തുള്ളൂ എന്ന് പറഞ്ഞു. പിന്നെ ഫോട്ടോ നോർമൽ സ്റ്റുഡിയോ പ്രിൻ്റ് തന്നെയാണ് എടുത്തേക്കുന്നത്. അതിനകത്ത് നമ്മളൊരു ഗ്ലോസി കോട്ടിങ്ങും കൂടെ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് സ്റ്റിക്ക് ചെയ്യാൻ നേരത്തിൽ എന്തോ ഒരു ഈച്ചയൊക്കെ വന്ന് എനിക്ക് പാളിപ്പോയേനെ. പക്ഷെ ഭാഗ്യത്തിന് കുഴപ്പമൊന്നും ഉണ്ടായില്ല. അങ്ങനെ നമ്മൾ സ്റ്റിക്കർ പ്രിൻ്റ് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കും. ഞാൻ ഈ പരുവത്തിൽ സ്റ്റിക്കർ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ വൈറ്റ് പോർഷൻ അതിനകത്ത് നല്ലപോലെ സ്റ്റിക്കായിട്ടിരിക്കും. അപ്പം ആ ഒരു കോഡ്സ് മാത്രമേ അതിനകത്ത് കാണത്തുള്ളൂ. ആ സ്റ്റിക്കറിൻ്റെ ആ വൈറ്റ് ഭാഗമൊന്നും കാണാൻ പറ്റത്തില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ ടൈമിൽ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുന്നത്. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ ഫോട്ടോസും നല്ലപോലെ സ്റ്റിക്കായിട്ട് തന്നെ ഇരിക്കും. നമ്മൾ അടുത്ത ലെയർ വീഴ്ത്തുമ്പോഴത്തേക്കും ഫോട്ടോസ് പൊങ്ങി വരാനൊന്നും ഒരു ചാൻസും ഇല്ല ഈ ടൈമിൽ സ്റ്റിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ.
അപ്പോൾ ഇതാണ് ഫസ്റ്റ് ലെയറിൻ്റെ ഫൈനൽ ഔട്ട്പുട്ട്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ എപ്പോഴും നമ്മളിത് അടച്ചു വെക്കുക, ഇല്ലെങ്കിൽ നമുക്ക് പണി കിട്ടും. അപ്പോൾ ഇത് ഇനിയിപ്പോൾ ഒരു ദിവസം കഴിഞ്ഞ് ഞാൻ അടുത്ത ദിവസം വന്ന് നോക്കിയപ്പോൾ എല്ലാം നല്ലപോലെ സ്റ്റിക്കായിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ ഇതിൽ നമുക്ക് അടുത്ത ലെയർ റെസിൻ വീത്താം. അപ്പോൾ ഈ ലെയർ ഞാൻ വീത്തുന്നത് 60 ml റെസിനും 30 ml ഹാർഡ്നറുമാണ്. ഓരോ ഫ്രെയിമിൻ്റെ സൈസും വലുപ്പം അനുസരിച്ച് ഈ എടുക്കുന്ന റെസിനിലും ഹാർഡ്നറിലൊക്കെ വ്യത്യാസം വരും. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഫ്രെയിമിൽ തന്നെ പല അളവിലും റെസിനും ഹാർഡ്നറും വീത്താവേ, അതൊക്കെ ഓരോരുത്തരും ഇഷ്ടമാണ്. അപ്പോൾ നമ്മൾ മിക്സ് ചെയ്യുമ്പം ഞാൻ ആദ്യം പറഞ്ഞ പോലെ ജസ്റ്റ് നല്ലപോലെ പതുക്കെ സ്ലോയിൽ മിക്സ് ചെയ്ത് കൊടുക്കുക. മിക്സിങ് ചെയ്ത് വരുമ്പോഴത്തേക്കും ലാസ്റ്റ് ഇതുപോലെ നല്ല ക്ലിയർ ആയിട്ട് കിട്ടുമ്പോഴത്തേക്കും നമുക്ക് നല്ലപോലെ മിക്സ് ആയെന്ന് മനസ്സിലാവും. ഇത് വീറ്റുന്നതിന് മുമ്പായിട്ട് ബബിൾ റിമൂവർ സ്പ്രേ യൂസ് ചെയ്യാൻ മറക്കരുത്. ഞാൻ ഇതിനകത്ത് കാണിക്കാൻ വിട്ടുപോയി. പിന്നെ ഞാനിത് ചെയ്യുന്ന സമയത്ത് ഇവിടെ ശരിക്കും നല്ല മഴയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഈ മഴ സമയത്ത് നമ്മൾ ഈ ഫ്രെയിം ചെയ്യുമ്പം അതിന് മുകളിൽ ഒരു വെള്ള പാട പോലെ വന്ന് നിൽക്കും. അപ്പോൾ അത് നമ്മൾ ഈ ബ്ലോ ടോർച്ച് ഉപയോഗിച്ച് നല്ലപോലെ ഹീറ്റ് ചെയ്ത് കൊടുക്കണം. ഇല്ലെങ്കിൽ അത് ഫ്രെയിമിനെ മൊത്തത്തിൽ ബാധിക്കും. അത് നമ്മളെ ഫൈനൽ ലുക്കൊക്കെ കുളമായ പോലെ ഇരിക്കും. ഈ ലാസ്റ്റ് ലെയർ ചെയ്യുമ്പോഴത്തേക്ക് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഏകദേശം ഒരു അരമണിക്കൂർ ഇടവിട്ട് അത് ജസ്റ്റ് ഒന്ന് ഡ്രൈ ആവുന്ന വരെ വന്ന് നോക്കണം. അതും പോരാത്തതിന് ഈ ക്ലൈമറ്റിൻ്റെ ഇഷ്യൂവും കാരണം. അപ്പം അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വന്ന് നോക്കി പാട പോലെ വന്ന് നിൽക്കുകയാണെങ്കിൽ അത് നല്ലപോലെ ഹീറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പം ഇത് ഫൈനൽ ലെയറും വീത്തിയിട്ട് ഒരു ദിവസം കഴിഞ്ഞിട്ട് അടുത്ത ദിവസമാണ്. വേറെ ബബിൾസോ കാര്യങ്ങളോ ഒന്നുമില്ലാതെ നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. കസ്റ്റമറിന് ഇത് ഹാങ്ങിങ് വേണ്ട, സ്റ്റാൻഡ് വേണമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ സ്റ്റാൻഡ് ഇതിൻ്റെ കൂടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ നിങ്ങൾക്ക് ഇതുപോലെ വർക്ക് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ നമ്പർ ഞാൻ കൊടുത്തേക്കാം. ജസ്റ്റ് അതിലൊരു ഹായ് ഇട്ടാൽ മതി. പിന്നെ ഈ ഫ്രെയിം ചെയ്തതിൽ എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്താൽ മതി, ഞാൻ റിപ്ലൈ തരാം. വർക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. പിന്നെ നമ്മുടെ വീഡിയോസൊക്കെ ആദ്യമായിട്ട് കാണുന്നവർ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ടാറ്റാ ബൈ ബൈ, സീ യു.